ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന പലവിധ തീരുമാനങ്ങൾ കൊണ്ട് പ്രശസ്തനാണ് ട്രംപ്. ഇന്ന് ട്രംപ് എന്ത് പറയും, നാളെ എന്ത് പറയും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ പലപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. എങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പാക്കുന്നതിലും കർക്കശക്കാരനും കണിശതയുള്ള ആളുമാണ് ട്രംപ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ ലോകം പേടിക്കുന്ന ഒരു ലോക നേതാവായി മാറിയിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം ടേമിൽ പ്രസിഡന്റായി വന്നതിന് ശേഷം ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ പ്രദേശങ്ങളിലുമുള്ള വിഷയങ്ങളിൽ ട്രംപ് ഇടപെടുകയും തൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്തു. പലരും കരുതിയിരുന്നത് ട്രംപ് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇത് എന്നുള്ളതും മറ്റാരുടെയും ഉപദേശം ട്രംപ് സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശക അത് മറ്റാരുമല്ല, ട്രംപിൻ്റെ പത്നി, അമേരിക്കയുടെ ഫസ്റ്റ് ലേഡിയായ മെലാനിയ ട്രംപ് എന്നതാണ്. പലപ്പോഴും മെലാനിയ ട്രംപിന് പുറകിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായി, അങ്ങനെ അധികം വെളിച്ചത്ത് വരാത്ത, തൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടാത്ത, സോഷ്യൽ വർക്കുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളായാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് സിറിയയിലെ യുദ്ധം മുതൽ അവിടുത്തെ അമേരിക്കൻ ഇടപെടൽ മുതൽ യുക്രൈൻ അധിനിവേശ കാര്യങ്ങളിലെ ട്രംപിൻ്റെ നയം വരെ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഉപദേശിച്ചത് മെലാനിയാണ് എന്നുള്ളതാണ്. വളരെ കൗതുകകരമാണ് കാര്യങ്ങൾ. നമുക്കറിയാം, 2017 മുതൽ 2021 വരെയും മെലാനിയ അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി ആയിരുന്നു. അന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുട്ടികളുടെ ക്ഷേമത്തിനും മറ്റുമായുള്ള പലവിധ പ്രവർത്തനങ്ങൾ, വിവിധ കുട്ടികളുടെ ആശുപത്രികൾ സന്ദർശിക്കുക, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു അവർ എന്നുള്ളതാണ്. ട്രംപിൻ്റെ ആദ്യ ടേം അത്ര സുഖകരമായിരുന്നില്ല. കാരണം തൻ്റെ ഭർത്താവിൻ്റെ എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻസ് കൊണ്ട് നിരവധി അവിശുദ്ധ ബന്ധങ്ങൾ, പുറത്തുനിന്നൊക്കെ ഉണ്ടായ ഒരുപാട് അവിശുദ്ധ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും പഴികളും വിമർശനങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്ന ഒരു ഫസ്റ്റ് ലേഡി കൂടിയായിരുന്നു. അപ്പോഴൊക്കെ അവർ ഒരു പരിധിക്കപ്പുറമൊന്നും ഈ വിഷയങ്ങളിൽ അങ്ങനെ പ്രതികരിക്കാതിരുന്ന ഒരു ലേഡി കൂടിയായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇതിനിടയിൽ ചില രോഗങ്ങളൊക്കെ മെലാനിയയ്ക്ക് പിടിപെടുകയും പിന്നീട് അതൊക്കെ ഭേദമാവുകയും മറ്റും ചെയ്തു. നമുക്കറിയാം, യുഗോസ്ലോവിയൻ സ്വദേശിയാണ് മെലാനിയ. 1998 ട്രംപിനെ പരിചയപ്പെടുന്നതും ട്രംപിനൊപ്പം കൂടുന്നതും അതിനുശേഷം ട്രംപിൻ്റെ ജീവിത സഖിയായി മാറുന്നതും മറ്റും. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വിദേശ നയങ്ങളിൽ, പ്രത്യേകിച്ചും സിറിയയിലെയും യുക്രൈനിലെയും വിഷയങ്ങളിലും മറ്റും തൻ്റെ ഭാര്യയുടെ ഉപദേശം അദ്ദേഹം സ്വീകരിക്കാറുണ്ട് എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തയും രഹസ്യമായി ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരാളായി മെലാനിയ എപ്പോഴും ഉണ്ട് എന്നുള്ളത് കൗതുകകരമായ ഒരു വസ്തുതയായി മാറുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് 2017 രാസായുധാക്രമണവും മറ്റും ഉണ്ടായിരുന്നു. നമുക്കറിയാം, അന്ന് നിരവധി കൊച്ചുകുട്ടികളും മറ്റും കൊല്ലപ്പെട്ടപ്പോൾ അത് ട്രംപിനോട് സൂചിപ്പിക്കുകയും അമേരിക്കൻ ഇടപെടൽ ഇത്തരം വിഷയങ്ങളിൽ അത്യാവശ്യമാണ് എന്ന് മെലാനിയ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഒരമ്മ എന്ന നിലയിൽ രാസായുധ ആക്രമണത്തിൽ കുട്ടികൾ മരിക്കുന്നത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നാണത്രേ ട്രംപിനോട് മെലാനിയ പറഞ്ഞത്. ഈ മെലാനിയയുടെ തുടർച്ചയായുള്ള ഇത്തരം പ്രേരണകളും ഇത്തരം സംഭാഷണങ്ങളും ഇത്തരം ദുഃഖങ്ങളുമൊക്കെയാണ് സിറിയയിൽ ഇടപെടാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്ന പുതിയ കാര്യം. ഈ സാധാരണയായി ട്രംപിൻ്റെ ആദ്യ ടേമിലും രണ്ടാം ടേമിലൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന നയങ്ങളിലൊന്ന് യുദ്ധങ്ങളിൽ നിന്നും മറ്റും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതായിരുന്നു. ലോകത്തിലെ യുദ്ധങ്ങളിൽ താൻ ഇടപെടില്ല എന്നും അത്തരം കാര്യങ്ങൾ അതാത് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നൊക്കെ ട്രംപ് പറഞ്ഞുവെങ്കിലും പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കണ്ടത് സിറിയ മുതൽ യുക്രൈൻ വരെയുള്ള മിക്ക യുദ്ധങ്ങളിലും, ഇപ്പോൾ ഇസ്രായേലിലെ വിഷയം നമുക്ക് എടുക്കാം, ഗസയുമായി ബന്ധപ്പെട്ട വിഷയം എടുക്കാം, ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം എടുക്കാം, അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചില കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും മറ്റും ചെയ്യുന്ന ഒരാളായി ട്രംപ് മാറിയതാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ മെലാനിയയുടെ കരങ്ങളുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും മെലാനിയയുടെ സ്വാധീനം നിർണായകമായിരുന്നു എന്നാണ്. അതായത് പുടിനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ശേഷം സംഭാഷണങ്ങൾ വളരെ നല്ലതായിരുന്നു എന്ന് ട്രംപ് പറയുന്നു. അതായത് ഒരു ഘട്ടത്തിൽ പുടിനും ട്രംപും തമ്മിൽ ഒരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിനൊരു മാറ്റമുണ്ടാകുകയും പുടിനെ ശത്രുവായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുവകളിലൊക്കെ ചർച്ചയാകുന്നു. അതിൽ ട്രംപിന് ഏറ്റവും പ്രധാനമായത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധമാണ്. ഇതിന് പിന്നിലും മെലാനിയയുടെ ഉപദേശമുണ്ട് എന്നാണ്. കാരണം യുക്രൈനിൽ ഇപ്പോഴും സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, പുടിൻ്റെ വാക്കുകൾ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ട്രംപിലെ മെലാനിയ ഓർമ്മിപ്പിച്ചത് ഇപ്പോഴും യുക്രൈനിൽ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു, ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നു, പല സ്ഥലങ്ങളിലും കുട്ടികളടക്കമുള്ള ആളുകൾ വലിയ കഷ്ടതകൾ അനുഭവിക്കുന്നു എന്നുള്ള വാക്കുകൾ, അത് ട്രംപിനെ കുറച്ചുകൂടി ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ആക്രമണം തുടരുകയും സമാധാനം പുടിൻ പറയുകയും ചെയ്യുന്നതിനുള്ള വൈരുദ്ധ്യം,
അത് ട്രംപിനെ ഇരുത്തി ഒന്ന് ഓർമ്മിപ്പിച്ചത് മെലാനിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകാനും പുടിന് അന്ത്യശാസനം നൽകാനും മറ്റുമൊക്കെ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനു പുറമെ ഗസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പട്ടിണിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗസയിൽ നിന്ന് പുറത്തു വരുന്നു. കുട്ടികളാണ് ഗസയിൽ പലപ്പോഴും ഇരകളാകുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഈ ഗസയിലെ പ്രതിസന്ധി, അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന സ്റ്റാർവേഷൻ, ഇത് മറ്റും ട്രംപിനെ നിരന്തരമായി മെലാനിയ ഇപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും മെലാനിയയുടെ വാക്കുകൾ ട്രംപിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ചില നിലപാടുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ട്രംപിന് സംഭവിച്ചത് അത് ഈ മെലാനിയയുടെ വാക്കുകളാണ് എന്നുള്ളതും വിവരങ്ങളടക്കം പുറത്തു വരുന്നു. അങ്ങനെ സാധാരണ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നിരുന്ന ഒരു ഫസ്റ്റ് ലേഡി എന്നുള്ള വിശേഷണം, കാരണം ഇത്രയും നാളത് പുറത്തു വന്നിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല സോഷ്യൽ വിഷയങ്ങളിലും അവരിടപെട്ടിരുന്നു. കുട്ടികളുമായി ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചാരിറ്റിയൊക്കെ നടത്തുന്ന അത്തരം സംഘടനകളെ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായി അവർ മാറുകയും ആദ്യ ടേമിൽ ഒരുപാട് പേരെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു അമേരിക്കൻ ഫസ്റ്റ് ലേഡിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഇപ്പോൾ ട്രംപിനെ പോലെ അതിശക്തനായ, ആര് പറഞ്ഞാലും കേൾക്കാത്ത, പലരും കിറുക്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, തീരുമാനങ്ങളെടുത്ത് അയൽ രാജ്യങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും സുഹൃത്ത് രാജ്യങ്ങളെയും ശത്രുരാജ്യങ്ങളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു നേതാവിന് മെലാനിയുടെ വാക്കുകൾ സ്വാധീനിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ടും ലോകത്തിലെ സമാധാന ക്രമങ്ങളുമായി ബന്ധപ്പെട്ടും ഈവൻ താരിഫുകളും മറ്റുമായി ബന്ധപ്പെട്ടുമൊക്കെ ട്രംപിനോട് സംസാരിക്കാറുണ്ട് മെലാനിയ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരസ്ത്രീ ബന്ധമൊക്കെ ഒരുപാട് ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മെലാനിയുടെ വാക്കുകൾ പലപ്പോഴും ട്രംപ് ശ്രദ്ധയോടെ കേൾക്കാറുണ്ടെന്നും അതനുസരിച്ചുള്ള ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ടെന്നും ഒക്കെയുള്ള വിവരം പുറത്തു വരുമ്പോൾ അത് ഏറെ കൗതുകകരമായ ഒരു അമേരിക്കൻ സാഹചര്യമായി മാറുകയാണ്.